മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളം പിടിക്കാനൊരുങ്ങി BJP. മണ്ഡലങ്ങളിലുടനീളം BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് ആവേശകരമായിട്ടുള്ള വരവേൽപ്പാണ്. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിത്താണുന്ന CPM-ഉം ഗ്രൂപ്പ് വഴക്കിൽ കോൺഗ്രസിനും പ്രതിച്ഛായ നഷ്ടപ്പെടുമ്പോൾ വികസന നേട്ടം ഉയർത്തിയുള്ള BJP-യുടെ പ്രചാരണത്തിന് വലിയ സ്വീകാര്യതയാണ് ഇതിനോടകം തന്നെ ലഭിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പരാമർശവും ജനങ്ങളിൽ ആവേശമുയർത്തി. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാനുള്ള വിവിധ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിക്ക് ഉറച്ച പിന്തുണയാണ് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കണ്ടുമടുത്ത ജനങ്ങൾക്ക് മുന്നിൽ വികസന നേട്ടങ്ങളും പദ്ധതികളും എണ്ണിപ്പറഞ്ഞ് വോട്ടഭ്യർത്ഥിക്കുന്ന BJP നേതാക്കൾ വ്യത്യസ്തരാവുകയാണ്. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരുമെല്ലാം വിജയസാധ്യത ഏറെയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഉറച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. BJP സ്ഥാനാർത്ഥികൾക്കായി നരേന്ദ്രമോദി കൂടി പ്രചാരണത്തിനെത്തിയതോടെ വലിയ ആവേശമാണ് പ്രവർത്തകർക്കും ലഭിക്കുന്നത്. നിലവിൽ പിണറായി ഭരണത്തിനെതിരെ കടുത്ത വിയോജിപ്പാണ് ജനങ്ങൾക്കുള്ളത്. ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളമുണ്ട്. ഗ്രൂപ്പ് വഴക്കിൽ മുങ്ങിത്താണ കോൺഗ്രസിനും കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന വിലയിരുത്തലും ജനങ്ങൾക്കുണ്ട്. രാജ്യത്ത് മോദി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വികസനം സാധ്യമാക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.